വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന പേരാവൂരിൽ നമുക്കറിയാം കെ ശൈലജ ടീച്ചർ മത്സരിക്കുന്നു. മറുവശത്ത് KPCC അധ്യക്ഷനാണ്. ഇവിടെ നേരത്തെ മത്സരിച്ച് പരിചയമുള്ള സ്ഥാനാർത്ഥിയുടെ ടീച്ചർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ടീച്ചറെ, പ്രചരണം ഇപ്പം രണ്ടാം ഘട്ടം കഴിയുകയാണ്. ആത്മവിശ്വാസം വലിയ മണ്ഡലമല്ല. അതെ, പേരാവൂർ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാവുന്നത്. ഇത്തവണ ഈ 15 വർഷക്കാലം തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുള്ള UDFൻ്റെ ഇവിടുത്തെ ആധിപത്യം ഒരുപാട് വികസന മുരടിപ്പുണ്ടാക്കിയിരിക്കുന്നു. കാരണം LDFൻ്റെ 10 വർഷത്തെ ഭരണം കൊണ്ടുവന്നിട്ടുള്ള മിഷനുകളും പ്രവർത്തനങ്ങളും അതേ അളവിൽ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരിഭവമുണ്ട്. MLA-മാരാണല്ലോ നിയോജക മണ്ഡലത്തിന് പൊതുവായിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ടാക്കുന്നത്. അത്തരം പദ്ധതികൾ പേരാവൂരിന് വേണ്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രശ്നമുണ്ട്. ഞങ്ങളിപ്പോൾ പ്രകടന പത്രികക്കകത്ത് അതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തൊക്കെയാണ് LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം. അപ്പോൾ വലിയ പ്രതീക്ഷയാണ് ഈ മലയോരത്തെ ജനങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ LDFൻ്റെ പ്രതിനിധിയായ എന്നെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുള്ള സൂചനകൾ ഉണ്ടാകുന്നത്. നേരത്തെ മത്സര സമയത്തുള്ള പേരാവൂരിനേക്കാളും കുറേ ഘടനാപരമായ മാറ്റങ്ങളുണ്ട്. അതിങ്ങനെ ബാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് മണ്ഡലത്തിന്? അതിൽ ചെറിയ മണ്ഡലം ബൈഫർക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ വ്യത്യാസമാണ്. പക്ഷെ അതുണ്ടായിട്ട് ചെറിയ വോട്ടിനാണ് UDFൻ്റെ പ്രതിനിധി ഇവിടെ വിജയിച്ചിട്ടുള്ളത്. 3400, 3100 അങ്ങനെയൊക്കെയാണ് വിജയിച്ചിട്ടുള്ളത്. അതൊരു വിഷയമാകുമെന്ന് തോന്നുന്നില്ല. അതിന് പകരം ഞാൻ നേരത്തെ പേരാവൂർ MLA ആയപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പാറളം പാലം, ജബ്ബാർക്കടവ് പാലം, ബാരാപ്പോൾ പദ്ധതി, പഴശ്ശി അണക്കെട്ടിൻ്റെ തീരത്തുള്ള ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്, IHRD കോളേജ്, ITI. ഇതല്ലാതെ ഇത്തരത്തിലുള്ള പുതിയ ഒരു സ്ഥാപനവും 15 വർഷം കൊണ്ട് വന്നിട്ടില്ല. നേരത്തെ ഉള്ളതിനെ മെച്ചപ്പെടുത്താൻ അന്ന് തുടങ്ങുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പേരാവൂരിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പൊതുവെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാലേ ഇപ്പോൾ ഡീൽ ആരോപണം കഴിഞ്ഞപ്പോൾ SDPI കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കങ്ങളും പ്രത്യാപനങ്ങളും. മുഖ്യമന്ത്രി തന്നെ കൃത്യമായ മറുപടിയും പറഞ്ഞില്ല. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നു? മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരം ഡീൽ വന്നിട്ടുണ്ട്. സന്തോഷം. ഇത്തരം ഒരു ആയിക്കോട്ടെ, നമുക്ക് കാണാം. പറഞ്ഞിനെ കേട്ടാ, സന്തോഷം. പിന്നെ ഇത്തരം ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എപ്പോഴും പറയുന്നതാണ്. നിരവധി തവണ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞതാണ്. പിന്നെ ഓരോ തവണയും ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് പറഞ്ഞത് തന്നെ പറയുന്ന ഒരു സ്വഭാവം മുഖ്യമന്ത്രിക്കില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആരാണതുമായിട്ട് സഹകരിക്കുന്നത് എന്നുള്ളത്. ഇവരീ പറഞ്ഞ അത്തരത്തിലുള്ള ഡീലുകളൊക്കെ പലപ്പോഴായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാവാം UDF അതെല്ലാവരുടെയും സ്വഭാവമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് യാതൊരു വ്യക്തത കുറവുമില്ല. മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളുമെല്ലാം അതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള യാതൊരു ഡീലും ഞങ്ങളുടെ ഭാഗത്തില്ല. ആരുടെ വോട്ടും നൽകാൻ തീരുമാനിച്ചാൽ സ്വീകരിക്കാമെന്നാണോ? അതാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? വോട്ട് എല്ലാ ജനങ്ങളോടും ചോദിക്കും. ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യം മതേതര ശക്തികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പം വോട്ട് ചോദിക്കുന്നു, വോട്ട് ചെയ്യുന്നു ആളുകൾ. അതിന് ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ടോ ഒരു സംഘടനയായിട്ടോ പ്രത്യേക ഡീലെന്നല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ വീട്ടിലും കയറും, എല്ലാവരുടെ വോട്ടും ചോദിക്കും. വികസനത്തിന് വേണ്ടി സഹകരിക്കാൻ തയ്യാറാവുന്ന എല്ലാവരും വോട്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം ആരെങ്കിലുമായിട്ടൊരു പ്രത്യേക ഡീലുണ്ടാക്കി എന്നല്ല. ഈ അസാധാരണമായ ചില 2 മണ്ഡലങ്ങളിലെങ്കിലും സാഹചര്യം ഇടതുമുന്നണിക്കുണ്ട് ഇത്തവണ. CPM-ന് പ്രത്യേകിച്ച് 2 പ്രമുഖ CPM നേതാക്കളാണ് മത്സരിക്കുന്നത്. തൊട്ടപ്പുറം തളിപ്പറമ്പിലും പയ്യന്നൂരിലും മറ്റും. അതിനെ എങ്ങനെയാണ് ടീച്ചർ കാണുന്നത്? ഞങ്ങളുടെ പാർട്ടിക്കകത്തു നിന്ന് വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സാഹചര്യമുള്ള ഒരു പാർട്ടിയാണ്. എന്നാൽ പാർട്ടി വിട്ടുപോയി എതിരാളികളുടെ സങ്കേതത്തിൽ ചേർന്നാൽ ഒരു പാർട്ടി അനുഭാവി പോലും അതിന് കൂടെ നിൽക്കില്ല. അത് എത്രയോ വർഷമായിട്ട് പാർട്ടിയുടെ ചരിത്രമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലും പാർട്ടി അനുഭാവികളോ പാർട്ടി മെമ്പർമാരോ ആരെങ്കിലും അതിൻ്റെ കൂടെ ഇല്ല. പട്ടന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ അവിടെ ആയിരുന്നു തോന്നലുണ്ടോ? പട്ടണൂരിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഈ പറഞ്ഞ അവിടെ ആയിരുന്നൊരു തോന്നലുണ്ടോ എന്നുള്ളതാണ്? ഞങ്ങൾക്ക് എല്ലാവരുടെയും ഒരുപോലെയാണ്. ഞാൻ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ മത്സരിച്ച് MLA ആയിട്ടുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മത്സരിച്ചിട്ട് MLA ആയിട്ടുണ്ട്. രണ്ടും എൻ്റെ പാർട്ടിയാണ് നിശ്ചയിച്ചത്. ഞങ്ങൾക്ക് ഒരിടത്ത് കൂടുതൽ കംഫർട്ടബിളാണ്, മറ്റിടത്ത് കൂടുതൽ ഡിഫിക്കൽട്ടാണ്. അതൊന്നും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഞങ്ങൾ ചിന്തിക്കാറില്ല. തെരഞ്ഞെടുപ്പിൽ നിൽക്കും, ഞങ്ങളുടെ രാഷ്ട്രീയവും ഞങ്ങളുടെ വികസന അജണ്ടയും പറയും. അത് ജനങ്ങൾ അംഗീകരിച്ചാൽ ഞങ്ങൾ ജയിച്ചു വരും.
അത് എവിടെയായാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അപ്പോൾ പിടിച്ചെടുക്കാൻ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റും എന്നുള്ളതാണ് ആത്മവിശ്വാസം. നമ്മുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഒക്കെ കൂടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ പേരാവൂർ മണ്ഡലത്തിന് വേണ്ടി പാർട്ടി എന്നുള്ള നിലയിലുണ്ടാക്കിയിട്ടുണ്ട്, LDF എന്നുള്ള നിലയിലുണ്ട്. അതെല്ലാമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ ജയിക്കും, അത് തന്നെയാണ്. ശരി. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വലിയൊരു പോരാട്ടം, നമുക്ക് ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എന്താ വനിതകൾ ടീച്ചറിന് വേണ്ടി ബൈക്ക് ഷോയുമായി ഇറങ്ങുകയാണ്. അത്തരത്തിൽ വലിയ സജീവമായി തന്നെ ടീച്ചർ ഇവിടെ പ്രവർത്തനം നടത്തുന്നു. മറുവശത്ത് എതിരാളി KPCC അധ്യക്ഷനാണ്, നമുക്കറിയാം. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. പാർട്ടി നൽകിയ ഉത്തരവാദിത്തം പരമാവധി നിറവേറ്റുമെന്നാണ് ഇപ്പോൾ ടീച്ചർ വ്യക്തമാക്കിയിരിക്കുന്നത്.